ഊട്ടിക്ക് പോയ ആളുകൾക്ക് അണ്ണാച്ചി വണ്ടി നിർത്തണം. ഹലോ, വണ്ടി ഒന്ന് നിർത്താൻ. ഊട്ടി തമിഴ് പറഞ്ഞാലും മനസ്സിലാവില്ല. ஊட்டி 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 ஊட்டிக்கு போறங்க யாராவது இருக்காங்களா? ஊட்டி அண்ணாச்சி, நான் ஊட்டி. நீங்க ஊட்டியா? அல்ல, நான் ஊட்டி போனோம். அப்ப உட்காருங்க சார். ஊட்டி ஊட்டி സാർ 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 എന്താടാ? அவ்வளவுதான் மனுஷன், வேற யாரும் இல்லை. நீ இப்பலாம். சரி, போ. ഒരു വാള് പകുതി മുറിഞ്ഞ ബസ്സുമായിട്ട് നടക്കണം. കള്ളപ്പാണ്ടി. സോറി സാർ, ഒരാളോടെ കയറാനുണ്ട്. വേറെ കാറ് വന്നു. ഒന്ന് രക്ഷിക്കണം. സോറി. നിങ്ങൾ ഊട്ടിക്കാണോ? ഞാൻ ഊട്ടിക്കുള്ളൊരു യാത്രക്കാരനാ. ആ ബസ്സിൽ വെച്ച് ഈ വാളൊരു സ്ത്രീയുടെ ശരീരത്ത് കൊണ്ട് പ്രശ്നമായി. ഇതിലാവുമ്പോ പിന്നെ സ്ത്രീകളൊന്നും ഇല്ലല്ലോ പ്രശ്നമാവാൻ. എന്നെ കൂടെ ഒന്ന് കേട്ടോ. വളരെ നന്ദി. ഒന്നങ്ങോട്ട് നീങ്ങിയിരുന്നാട്ടെ. വണ്ടി വിട്, വണ്ടി വിട്. വണക്കം. നമസ്കാരം. അയ്യോ, സാർ മലയാളിയാണോ? ആ അതെ. പിന്നെന്താ ഈ വേഷത്തില്? എന്താടാ വാളും പരിചയമായിട്ട് ഊട്ടിയിൽ അംഗത്തിന് പോകണോടാ? അംഗത്തിന് പോവുകയാണോ എന്ന് ചോദിച്ചാൽ അംഗത്തിന് തന്നെയാണ് സാർ. പോലീസുകാരോട് തർക്കുത്തരം പറയുന്നോടാ റാസ്കൽ. പിന്നെ ആരോടാണ് സാർ പറയുക? നീ ആരാടാ? വീരപ്പനോ പ്രഭാകരനോ? നിന്നെ കണ്ടാൽ അങ്ങനെയുള്ള ലക്ഷണമൊക്കെ ഉണ്ടല്ലോടാ. അത് സാറിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതാ. പിന്നെ നീ ആരാടാ? ഞാൻ ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ ഇളയ തമ്പുരാൻ. ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ ഇളയ തമ്പുരാൻ. അയ്യോ, ഞാൻ ആളറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണേ. സാരമില്ല സാർ, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. ഇത് തറവാട്ട് വക ഉടവാളാണ്. തലമുറകളായി കൈമാറി വന്ന വാൾ. അത്ഭുതങ്ങൾക്ക് പേര് കേട്ട ഉടവാള്. ചെന്നിലോട്ട് കൊട്ടാരത്തിലെ ഈ ഉടവാള് തൊട്ട് വണങ്ങിയാൽ ക്ഷത്രിയ ഗുണങ്ങളുള്ള കുട്ടികൾ ജനിക്കുമെന്നാണ് ശാസ്ത്രം. ഓഹോ, ഞാനിതൊന്നും തൊട്ട് വണങ്ങിക്കോട്ടെ. അയ്യോ, തൊട്ട് വണങ്ങിയതുകൊണ്ട് മാത്രം എന്ത് പ്രയോജനം? അല്ല, വണങ്ങിക്കോളൂ. എന്റെ ചെന്നിലോട്ട് ഭഗവതി അമ്മേ രക്ഷിക്കണേ. Excuse me, can I get a lift to Ooty? ഇറങ്ങ. Thank you. കുട്ടി അങ്ങോട്ടാ? പറഞ്ഞത് കേട്ടില്ലേ? ഊട്ടിക്ക്. ഞാൻ വെറുതെ ചോദിച്ചതാ. ഊട്ടിയില് ഞാൻ അങ്കിളിനെ കാണാൻ പോവാ. ആ, എന്താ പേര്? രഞ്ജിനി വർമ്മ. ഇത് ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ തമ്പുരാൻ. ഹലോ. ഹലോ. തമ്പുരാന് ഞാൻ വെറുതെ സംശയിച്ചു. ആ, എന്നോട് പൊറുക്കണേ. ഓ, ആ ഡ്രൈവർ അന്ത ഓരമാ നിപ്പാട്ട്. എനിക്കിന്ന് ഇവിടെ ഡ്യൂട്ടി. മന്ത്രി വരുന്നുണ്ട്. ഓഹോ. തമ്പുരാന് വിരോധമില്ലെങ്കിൽ ആ ഉടവാള് ഒന്നുകൂടി തൊട്ട് വണങ്ങിക്കോട്ടെ. വണങ്ങിക്കോളൂ.
എനിക്കില്ലെങ്കിലും എന്റെ ഭാര്യയ്ക്കെങ്കിലും ക്ഷത്രിയ ഗുണമുള്ള ഒരു പുത്രൻ ജനിക്കണമേ എന്റെ ഭഗവതി. എക്സ്ക്യൂസ് മീ, ഊട്ടിയിലെ തന്നെ ഇനി ഒരുപാട് സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഓ ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. ആ കോൺസ്റ്റബിൾ എന്തിനാ സംശയിച്ചത്? വെറുതെ സംശയിച്ചതാ. എന്നെ കണ്ട വീരപ്പനാണെന്ന് തോന്നുന്നു. നോക്കുന്നവർക്ക്. അപ്പൊ ഈ ഇരിക്കുന്ന തലയെക്കെട്ടുകാരൻ വീരപ്പനാണെന്ന് ഞാൻ പറഞ്ഞാലോ? മനസ്സിലാവൂല. പാണ്ഡ്യ, അണ്ണാച്ചി. അതേടാ, ഞാൻ പാണ്ഡ്യടാ. അയ്യോ, അണ്ണാച്ചി നിന്റെ അപ്പൻ തേങ്ങാവെട്ടുകാരൻ തോമസ്. കുറെ നേരമായി നിന്റെ പുളുടിയൊക്കെ ഞാൻ കേൾക്കുന്നു. ഇറക്കടാ പുറത്ത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എന്താ ഇത്? പുള്ളി എന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ഭ്രാന്തന. ഒന്നും കാര്യം വെക്കണ്ട. പിന്നെ പറയാം. പവിത്രനല്ല, രാജരാജ ചോഴൻ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ല. നീ എന്നതാ പറഞ്ഞത്? ചെന്നിലോട്ട് കൊട്ടാറില്ല രവിവർമ്മ തമ്പുരാൻ റോയൽ ഡിസിപ്ലിൻ. ഇതൊക്കെ ഞാൻ വേണ്ട. തീക്കൊള്ളി പത്രമാഫീസിൽ അച്ചു നിർത്തിയിരുന്ന ജിമ്മി തോമസ് എന്ന നീ വാളും പരിചയമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയടാ. തമ്പുരാന്റെ ദത്തപുത്രനാവാനല്ലേ? ഞെളിയല്ലേ? നീ പിന്നെ ഊട്ടിക്കൊന്ന അമ്മാവന്റെ പൊലവിളി അടിയന്തരം നടത്താനല്ലേ? അവന്റെ ഗൾഫിലെ അമ്മാവൻ ഗരുഡ ഏജൻസീസ് വിസ എന്നെ പറ്റിച്ച് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് തമ്പുരാനായിട്ട് വാഴാന്ന് വിചാരിച്ചല്ലടാ. നിന്നെ പോലത്തെ ഏരപ്പയ്ക്ക് റോയൽ ഫാമിലി വലിഞ്ഞു കയറാമെങ്കിൽ എനിക്കും കയറടാ. കേറുടാ. നാണല്ലേ നിങ്ങൾക്ക്? സാറുമാരെ, എനിക്ക് പോണം. വണ്ടി കയറാ മാപ്പിളെ. ഊട്ടി ചെല്ലുമ്പോ കാണിച്ചു തരാട്ടാ. ഇനിപ്പം തമ്പരാനാക്കി തരടാ. വാടാ തോട്ടലടാ. കൊറേ കയറാ പന്നി. തെറി പറയലടാ പട്ടി. വണ്ടി വിടണ്ട. ഊട്ടിൽ എനിക്ക് കൊലയെ നടക്ക പോകുന്നത്. എന്തു പറ്റി? റേഡിയോട്ടിൽ തന്നില്ലേ? ഒരു നിമിഷം. എങ്ങനെ ചൂടാവാണ്ടിരിക്കും? എരണം കെട്ട ഓരോന്നല്ലേ കാലത്ത് തന്നെ വണ്ടി കയറിയിരിക്കുന്നു. വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല അങ്ങാതി. നീ എന്താ ഇവിടെ? എത്ര നാളായി കണ്ടിട്ട്? ഒന്ന് പതുക്കെ പറയൂടി. വാ. ഞാനിവിടെ ഇറങ്ങിക്കൊള്ളാം. ഹലോ, ഉദകമണ്ഡലം എസ് ഐ ശിങ്കാരവേലു സ്പീക്കിംഗ്. என்னம்மா நீங்க யாரு? டெரரிஸ்டா? கார்ல கார் நம்பர் நோட் பண்ணிருக்கா? TNN 3254. தேங்க்யூ மேடம். கான்ஸ்டபிள்
ஜாக்கிரதை. என்னையா ஜாக்கிரதை? எனக்கு தெரியாதா? இவங்களை நான் எப்படி மடக்கி பிடிக்கிறேன் பாத்துக்கோ. എന്താണത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. நான் கடைசியா சொல்றேன், உங்ககிட்ட இருக்கிற அத்தனை ஆயுதங்களையும் AK-46 அல்ல AK-47 இருந்தா அதுவும் சேர்த்து தான் சொல்றேன். அங்கே உட்காரு. எங்கிட்ட மட்டும் எந்த வேலையும் வச்சுக்காது. புரிஞ்சுதா? புரியாதா? ഈശോ മിശിഹായേ, പിടികൊള്ളാതെ കാക്കണമേ. என்னடா சைனட் சாப்பிட போறியா? ഈ മഹാ சோதனை பண்ணாதே. Come on, search. പൊട്ടും പൊട്ടാതെ നോക്കണേ. என்னடா நினைச்சே? இது பாருங்க. അയ്യോ, വാളും പരിചയൊക്കെ നിന്റെ നീ തൂങ്ങും. വാളും പരിചയം വേണമെങ്കിൽ നീ എടുത്തോടാ ഫ്രീ ആയിട്ട്. പട്ടി സാർ, വാളും പരിചയൊക്കെ ഇയാളുടെ പിടിച്ചുള്ള കൊടുക്കും. തിരിട്ട് റാസ്കൽ. இதெல்லாம் வச்சிருக்க. இதுவரை நீங்க எந்த குரூப் தெரியாம நான் தவிச்சேன். இப்போ எனக்கெல்லாம் புரிஞ்சு போச்சுடா. ഇയാളുടെ സംസാരം കുഴപ്പമുള്ളടാ. അതെ, സംസാരം കുഴപ്പമൊന്നും യാര് സംസാരം പറഞ്ഞ ഭാര്യയല്ല, മലയാളത്തിലെ പേജ് ചേച്ചി. അതെ, ഞങ്ങൾ പത്രത്തിലെ പരസ്യം കണ്ടു വന്നത്. സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്ക്. സാർ, ഇത് മന്ത്രിലോട്ട് വായിച്ചേ.